ടി.എ. കോശിയച്ഛനെ കുറിച്ച് നടത്തുന്ന ഈ അനുസ്മരണ സമ്മേളനത്തിൽ ഒരു പ്രഭാഷണം ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട വർഗീസ് ചെറിയാനച്ഛൻ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാനത് സന്തോഷം സ്വീകരിക്കുകയായിരുന്നു. രണ്ട് കാരണങ്ങൾ. മുമ്പ് ഒരിക്കൽ അച്ഛൻ ഭദ്രാസന സെക്രട്ടറി ആയിരുന്നപ്പോൾ എന്നെ ഒരു പ്രോഗ്രാമിന് അച്ഛൻ ക്ഷണിച്ചു. പക്ഷേ എനിക്ക് അതിന് വരാനായിട്ട് സാധിക്കുകയില്ലായിരുന്നു. മറ്റൊന്ന്, ടി.എ. കോശിയച്ഛനെ പോലെയുള്ള ഒരാളിന് അദ്ദേഹത്തെ 10 വർഷത്തെ അദ്ദേഹത്തിൻ്റെ വാങ്ങിപ്പോകലിന് ശേഷം 10 വർഷങ്ങൾക്ക് ശേഷം അനുസ്മരിക്കുവാൻ ഈ ഇടവകയായി കൂടുന്നതായിട്ടുള്ള ഒരു പ്രത്യേക സംരംഭത്തിൽ പ്രസംഗിക്കാൻ ലഭിക്കുന്നതായിട്ടുള്ള അവസരം വളരെ ധന്യമാണ് എന്ന് ഞാൻ കരുതുന്നു. ടി.എ. കോശിയച്ഛനെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് അച്ഛനെ കണ്ടത് ഓർക്കുകയാണ്. ഞാനന്ന് കോട്ടയത്ത് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഒരു ഗവേഷണ വിദ്യാർത്ഥിയായിരിക്കുന്ന അവസരത്തിൽ ഒരാവശ്യത്തിന് അലക്സാണ്ടർ തിരുമേനിയെ കാണുവാനായിട്ട് പഴയ പുലാത്തീനിൽ ചെല്ലുമ്പോൾ ഞാൻ കുറച്ചു നേരം കാത്തു നിന്നു. അപ്പോൾ തിരുമേനി അകത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, അവിടെ നിൽക്കുന്ന ആളാരാണ്, ഇനി അകത്ത് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ തിരുമേനിയുടെ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഇരുന്ന് പഴയ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ, അന്ന് ഈ കമ്പ്യൂട്ടറും ഇലക്ട്രോണിക് ടൈപ്പ് റൈറ്ററും ഒന്നുമുള്ള കാലമല്ല, ഈ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള പഴയ റെമിങ്ടൺ ടൈപ്പ് റൈറ്ററിൽ തിരുമേനി ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കുന്നത് അച്ഛൻ വളരെ ഫാസ്റ്റായിട്ട് യാതൊരു നോട്ടുകളും എങ്ങും നോക്കാതെ തിരുമേനി പറയുന്നത് കേട്ട് ലെറ്റർ ഹെഡിൽ ലെറ്റർ ടൈപ്പ് ചെയ്യുന്ന അച്ഛനെ കുറച്ചു നേരം ഞാൻ നോക്കി നിന്നു. അതിനുശേഷമാണ് തിരുമേനി എന്നോട് വന്ന കാര്യം എന്താണെന്നൊക്കെ പറയാനായിട്ട്. അങ്ങനെയാണ് ഞാൻ അച്ഛനെ ആദ്യമായി കാണുന്നത്. പിന്നെ പല അവസരങ്ങളിലും അച്ഛനെ കാണുവാനും സംസാരിക്കുവാനും ഇടപഴകുവാനും ഒക്കെ അവസരമുണ്ടായി. അതിനുശേഷമാണ് അച്ഛൻ സുവിശേഷ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന അവസരത്തിൽ അന്നത്തെ ക്രിസ്ത്യൻ കോൺഫറൻസ് ഓഫ് ഏഷ്യയുടെ ജനറൽ സെക്രട്ടറി ഡോക്ടർ ഫെലിസിയാനോ കരീനയുമായിട്ട് മാരാമണ്ണെത്തിയ സമയത്ത് കൂടുതൽ അച്ഛനുമായിട്ട് ഇടപഴകുവാൻ, പിന്നീട് അവിടെ വെച്ചാണ് കൊച്ചമ്മയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇംഗ്ലണ്ടിൽ വെച്ചാണ്. കൊച്ചമ്മ ഓർക്കുന്നുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. ഞാൻ ഇംഗ്ലണ്ടിൽ ഒരു കോൺഫറൻസിൽ പങ്കെടുത്തതിന് ശേഷം ജോർജ് മാത്യു കുറ്റിയിൽ അച്ഛൻ്റെ കൂടെ 2-3 ദിവസം താമസിച്ചപ്പോൾ ലണ്ടനിലെ മാർത്തോമ പള്ളിയിൽ ഒരു സൺഡേയിൽ ഞാൻ പോയി. അന്ന് ലണ്ടനിൽ ഒരൊറ്റ മാർത്തോമ പള്ളിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അച്ഛൻ എന്നെ പരിചയപ്പെടുത്തി. ഇവിടെ സെക്രട്ടറി ആയിരുന്ന ആളാണ്, സൗദി അറേബ്യയിൽ ജോലി ചെയ്തു എന്നൊക്കെ ജോർജ് മാത്യു അച്ഛൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് മാരാമൺ കൺവെൻഷൻ്റെ സമയത്ത് ഈ WCC CCA ജനറൽ സെക്രട്ടറിമാരോടൊക്കെ വരുമ്പം നമുക്കും ഈ അവിടുത്തെ ഭക്ഷണ ഹോളിൽ പ്രവേശനം ലഭിക്കുമല്ലോ. അപ്പോൾ കൊച്ചമ്മ അവിടെ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഭക്ഷണം നൽകിക്കൊണ്ട്, അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ടി.എ. കോശിയച്ഛൻ്റെ സഹധർമ്മിണിയായ കൊച്ചമ്മ, പണ്ട് ഞാൻ ഇംഗ്ലണ്ടിൽ കണ്ട കൊച്ചമ്മയാണ് എന്നുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, അച്ഛനുമായിട്ടുള്ള വളരെ പരിമിതമായിട്ടുള്ള എൻ്റെ ചില അടുപ്പം, എന്നാൽ പിന്നീട് ഞാൻ മനസ്സിലാക്കിയതും കേട്ടതും കണ്ടതുമായിട്ടുള്ള ടി.എ. കോശിയച്ഛൻ, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം, അത് എന്നെക്കാട്ടിൽ കൂടുതൽ അറിയാവുന്ന ഒരു സമൂഹത്തിന് മുന്നിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നു എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്നെ ക്ഷണിച്ച അവസരത്തിൽ ഒരു അനുസ്മരണ പ്രഭാഷണം എന്നോട് പറഞ്ഞത്, അച്ഛനെക്കുറിച്ച് കൂറിലോസ് തിരുമേനി സംസാരിക്കും. കാരണം കൂറിലോസ് തിരുമേനിയും അച്ഛനും സഹപാഠികളായിരുന്നു. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഈ പ്രഭാഷണം തുടങ്ങണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഏത് വിഷയത്തെക്കുറിച്ചാണ്
അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു കൺസേൺ നിലനിൽക്കുന്നത്. അങ്ങനെ ഉള്ള ഒരു സബ്ജക്റ്റ് ഒരുപക്ഷെ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കുമല്ലോ ഉത്തമമെന്ന് ഞാൻ ധരിച്ചു. എന്നാൽ ഞാൻ അതിനു മുമ്പേ പറയട്ടെ, ഈ ഇടവകയെയും വികാരിയെയും അച്ഛൻ്റെ കുടുംബത്തെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മുടെ മാർത്തോമാക്കാർക്ക് ഫോൾസ് പ്രിസ്റ്റീജ് കൂടി വരുന്ന ഒരു കാലമാണിത്. മരിച്ചവരെ ഓർക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് പറയുക എന്ന് പറയുന്നത് നമ്മുടെ നവീകരണ പാരമ്പര്യത്തിനുള്ള വെല്ലുവിളിയാണ്, അതിനെ എതിർക്കുന്നതാണ് എന്നുള്ള വികലമായ കാഴ്ചപ്പാട് ഇന്ന് കൂടി വരികയാണ്. നമ്മുടെ സഭയുടെ സമീപകാല സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കുള്ള പാരമ്പര്യങ്ങൾ ഇല്ല എന്ന് പറയുന്നതിലാണ് നമ്മൾ ഏറ്റവും അഭിമാനം കൊള്ളുകയും ഊറ്റം കൊള്ളുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്ത് ടി എ കോശി അച്ഛനെ അനുസ്മരിക്കുകയും അദ്ദേഹത്തിൻ്റെ ധന്യമായ സ്മരണകളെ പുതുക്കുകയും ഇങ്ങനെ ഒരു മനുഷ്യൻ, ഇങ്ങനെ ഒരു പുരോഹിതൻ ഞങ്ങളുടെ ഇടയിൽ ജീവിച്ചിരുന്നു എന്ന് അച്ഛനെ ഓർക്കുകയും അച്ഛനെക്കുറിച്ച് അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സമൂഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ മുതിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനകരമാണ്. ഞാനിത് പറയാൻ കാരണം, ദിവംഗതനായ ചുനക്കര അച്ഛൻ ചുനക്കര വലിയച്ഛൻ എൻ്റെ അമ്മയുടെ അമ്മാച്ചനായിരുന്നു, അമ്മയുടെ ആങ്ങളയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചുനക്കര അച്ഛൻ മരിച്ചിട്ട് 2 വർഷത്തിന് മുമ്പ് 50 വർഷമാകുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇടവകയായിട്ട് ഞാൻ അച്ഛൻ്റെ കൊച്ചുമകനോടും അതുപോലെ ഇടവകയിലെ പല ആളുകളോടും പറഞ്ഞിട്ട്, ഇടവകയിലെ ചില ആളുകൾ നമ്മൾ നവീകരണമൊക്കെ പറഞ്ഞതിന് ശേഷം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളും യാക്കോബാക്കാർ ഓർത്തഡോക്സുകാരെ പോലെയൊക്കെ ആയെന്ന് ആളുകൾ ധരിക്കത്തില്ലേ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വന്തം അനുഭവത്തിൽ നമ്മുടെ ഒരു ഫോൾസ് പ്രിസ്റ്റീജിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഉള്ളിൽ അനുസ്മരണങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ പോലും നടത്താതെ നമ്മൾ ഒഴിഞ്ഞു മാറുന്നതായിട്ടുള്ള ഒരു ഫോൾസ് പ്രിസ്റ്റീജ് നമ്മളെ വലയം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് അച്ഛനെ പോലെയുള്ള ഒരു വ്യക്തിയെ അനുസ്മരിക്കുവാൻ നാം ഇടം കണ്ടെത്തുന്നത്. എന്താണ് ഞാൻ അച്ഛനെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു കൺസേൺ എന്നുള്ളത് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് സ്റ്റുവാർഡ്ഷിപ്പ് ഇൻ ചർച്ചസ് പാസ്റ്ററൽ മിഷൻ ആൻഡ് മിനിസ്ട്രി, കാര്യവിചാരകത്വം അല്ലായെങ്കിൽ ഗ്രഹവിചാരകത്വം സഭയുടെ അജപാലന ദൗത്യത്തിലും ശുശ്രൂഷയിലും. ഇതിനെക്കുറിച്ചും നമുക്ക് ഒത്തിരി ആശങ്കകളുണ്ട്, ഒത്തിരി വിമർശനങ്ങളുണ്ട്. അത് അനുകൂലമായും പ്രതികൂലവുമായിട്ടുള്ള വിമർശനങ്ങളായി കണക്കാക്കാം. എന്നാൽ കാര്യവിചാരകത്വം, ഗ്രഹവിചാരകത്വം ടി എ കോശി അച്ഛനെ പോലെയുള്ള ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ, അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകളിൽ അത് നിഴലിച്ചിരുന്നു. ആ കാര്യത്തിൽ ടി എ കോശി അച്ഛൻ്റെ ഇൻറ്റഗ്രിറ്റിയെ ആർക്കും ചോദ്യം ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹം പ്രവർത്തിച്ചതായിട്ടുള്ള മേഖലകളിൽ ആത്മാർത്ഥതയോടെ, തികഞ്ഞ ആത്മാർത്ഥതയോടെ അദ്ദേഹം പ്രവർത്തിച്ചു. സഭയ്ക്ക്, സമൂഹത്തിന്, കുടുംബത്തിന് ഒക്കെ, ഈ ഇടവകകൾക്ക്, അദ്ദേഹം സേവനമനുഷ്ഠിച്ചതായിട്ടുള്ള ഇടവകൾക്കൊക്കെ അദ്ദേഹം ആ രീതിയിൽ ഉള്ള സംഭാവനകൾ നൽകി. നാം സഭയുടെ അതിൻ്റെ ദൗത്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ സമയം, കഴിവുകളെ, ബന്ധങ്ങളെ എന്നിവയുൾപ്പെടെ എല്ലാം ദൈവത്തിൻ്റെ വിഭവങ്ങൾ അല്ലെങ്കിൽ ദാനങ്ങൾ, ഇവയുടെയൊക്കെ ഉത്തരവാദിത്വപരമായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ്സ് അത് മനസ്സിലാക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുക എന്നൊക്കെ ഉള്ളതാണല്ലോ അജപാലന ശുശ്രൂഷയിലെ കാര്യവിചാരകത്വം. അല്ലാതെ ആഴ്ചകളിൽ കുർബാന ചൊല്ലുകയോ വല്ലപ്പോഴും ഒരിക്കൽ വീട് വിസിറ്റ് ചെയ്യുകയോ എന്നുള്ളതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഗ്രഹവിചാരകന്മാരിൽ നിന്ന് ആവശ്യപ്പെടുന്നു വിശ്വസ്തനായിരിക്കുക എന്നാണ് പൗലോസ് പറയുന്നത്. ഓരോ ക്രിസ്ത്യാനിയെയും ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചിരിക്കുന്നു. അത് പുരോഹിതരെ മാത്രമല്ല, പാസ്റ്റർമാരും സുവിശേഷകരും ഒന്നും മാത്രമല്ല ഈ ഗണത്തിൽ ഇടുന്നത്. എന്നാൽ ഓരോ വിശ്വാസിയും ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട്
വേർതിരിക്കപ്പെട്ടിരിക്കുന്നതാണ് നാം മനസ്സിലാക്കുന്നത്. അത് പ്രത്യേകമായിട്ട് കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് ഈ നമ്മുടെ ശുശ്രൂഷയുടെ ഗ്രഹവിചാരകത്വത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ദൈവവചനത്തിൻ്റെ പ്രസംഗം പൂർണ്ണമായി നിർവഹിക്കേണ്ടതിന് നിങ്ങളുടെ പ്രയോജനത്തിനായി ദൈവം എനിക്ക് നൽകിയ ഗ്രഹവിചാരകത്വ പ്രകാരം ഞാൻ ഈ സഭയുടെ ശുശ്രൂഷകനായി തീർന്നു. ഒരു പ്രീസ്റ്റ് അല്ലെങ്കിൽ പാസ്റ്റർ, ക്ലർജി എന്ന നിലയിൽ ഗ്രഹവിചാരകത്വം എന്നുള്ള വാക്ക് അല്ലെ കാര്യവിചാരകത്വം എന്ന വാക്ക് നാം പരാമർശിക്കുമ്പോൾ ആളുകൾ വിചാരിക്കും അവരുടെ പണസഞ്ചിയിൽ നോക്കിയാണ്, അല്ലെങ്കിൽ പണസഞ്ചിയെ മുറുകെ പിടിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഈ വാക്യത്തിൽ നാം മനസ്സിലാക്കുന്നത് ഗ്രഹവിചാരകത്വം എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്നതായിട്ടുള്ള പദം ഗ്രീക്കിൽ ഒയ്ക്കണോമിയ. ഇത് വെറും പണത്തെക്കുറിച്ച് മാത്രമല്ല, അത് മറ്റൊരാളിൻ്റെ വീടിൻ്റെ, ഭവനത്തിൻ്റെ, അല്ലെന്നുണ്ടെങ്കിൽ സ്ഥാപനത്തിൻ്റെയൊക്കെ നടത്തിപ്പിനെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഈ ഗ്രീക്ക് പദത്തിൽ നിന്ന് തന്നെയാണല്ലോ ഒയ്ക്കോസ്, അവിടെ നിന്ന് തന്നെയാണ് എറ്റിമോളജിക്കലി ഇത് മനസ്സിലാക്കുമ്പോൾ എക്യൂമെനിസവും എക്കണോമിക്സും എക്കോളജിയും എല്ലാം ഉണ്ടായിരിക്കുന്നത്. വേദപുസ്തക കാലത്ത് ഒരു ധനികൻ അവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനായിട്ട് ഒരു ഗ്രഹവിചാരകനെ നിയമിക്കുമായിരുന്നു. അത് ബില്ലുകൾ അടയ്ക്കുന്നതിനോ പണമിടപാടുകൾ നടത്തുന്നതിനോ മറ്റ് ജോലിക്കാരെയൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നതിനോ അവരെ നിയമിക്കുന്നതിനോ പിരിച്ചുവിടുന്നതിനോ ഒക്കെയുള്ള ഉത്തരവാദിത്വം ഈ ഗ്രഹവിചാരകത്വത്തിൻ്റെ പരിധിയിൽപ്പെടുന്നതാണ്. എന്നാൽ ഗ്രഹവിചാരകനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു ഉടമയല്ല. അയാൾക്ക് ഏൽപ്പിക്കപ്പെട്ടതായിട്ടുള്ള ആ സംരംഭത്തിൻ്റെ ആ ഉത്തരവാദിത്വത്തിൻ്റെ ഒരു മാനേജർ ആണ്. കാര്യസ്ഥനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനമായിട്ട് ഘടകങ്ങളുണ്ട്. ഒന്നാമതായി, കാര്യസ്ഥൻ ഇപ്പോഴത്തെ ഉത്തരവാദിത്വം ഉൾപ്പെടുന്ന ജോലി സ്വന്തം താല്പര്യത്തെക്കാൾ ഉപരിയായി യജമാനൻ്റെ താല്പര്യങ്ങൾ പരമാവധി സംരക്ഷിക്കുകയും അതിനോട് നീതി പുലർത്തുക എന്നുള്ളതാണ്. ടി എ കോശിയച്ചനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ സാധിക്കും, അദ്ദേഹം എത്രമാത്രം ഉത്തരവാദിത്വത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കൃത്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണല്ലോ അലക്സാണ്ടർ മാർത്തോമായെ പോലെയുള്ള കർക്കശക്കാരനായ ഒരു മെത്രാപ്പൊലീത്തായ്ക്ക് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാനായിട്ട് അദ്ദേഹത്തെ പരമേൽപ്പിക്കുവാൻ, അദ്ദേഹത്തെ അതിനുവേണ്ടി ഉപയോഗിക്കുവാൻ അദ്ദേഹം വളരെ വർഷങ്ങൾ അദ്ദേഹത്തെ തന്നെ ഉപയോഗിച്ചത്. അപ്പോൾ ബൈബിൾ പറയുന്നു, നമ്മൾ ഓരോരുത്തരും കാര്യസ്ഥന്മാരാണ്. നമുക്ക് ഒന്നും സ്വന്തമല്ല. നമുക്കുള്ളതെല്ലാം, അതായത് നമ്മുടെ പണം, വീടുകൾ, വസ്ത്രങ്ങൾ, സമ്മാനങ്ങൾ, ജീവശ്വാസം പോലും ദൈവത്തിൽ നിന്ന് നമുക്ക് കടം വാങ്ങിയതാണ്. ഭാവിയിലെ ഉത്തരവാദിത്വമാണ് ഒരു കാര്യസ്ഥൻ്റെ രണ്ടാമത്തെ ഘടകം. ഒരു പുരോഹിതൻ, ഒരു പാസ്റ്റർ ഒരു കാര്യസ്ഥന് സമാനനാണെങ്കിൽ ഒരു കാര്യസ്ഥന് യജമാനൻ്റെ സ്വത്തുക്കൾ ഉപയോഗിച്ച് താൻ ചെയ്തു വരുന്നതിൻ്റെ കണക്കുകളെ ബോധിപ്പിക്കേണ്ടി വരുമെന്നറിയാം. സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകൻ എന്ന നിലയിൽ ദൈവത്തിൻ്റെ താല്പര്യങ്ങൾ വളർത്തിയെടുക്കുവാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി. അതുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം മാറുന്നില്ല. പുരോഹിതൻ ഒരു ഇടയനാണ്. ഒരു ഇടയൻ എന്നുള്ള നിലയിൽ കാര്യസ്ഥൻ്റെ ധർമ്മം അവിടെ നിർവഹിക്കുകയാണ്. പുതിയ നിയമത്തിലെ അജപാലന ശുശ്രൂഷയുടെ ഏറ്റവും സ്ഥിരതയുള്ളതായിട്ടുള്ള ചിത്രങ്ങളിൽ ഒന്നാണല്ലോ ഇടയൻ്റേത്. പറയാൻ വളരെ എളുപ്പമാണ്, പറയാൻ വളരെ ലളിതമാണ് എന്ന് തോന്നുമെങ്കിലും ഇടയൻ്റെ ജോലി എന്ന് പറയുന്നത് ആടുകളെ കാക്കുന്നു. നല്ല ഇടയൻ അവരുടെ യജമാനൻ്റെ ആടുകളെ പരിപാലിക്കുന്നു. അവർക്ക് അവരുടെ ആടുകളെ അറിയാം, അവരുടെ ആടുകൾ അവയെ അറിയുന്നു. കൂടാതെ ഇടയവേല ഒരു കാര്യസ്ഥനാണ് എന്നുള്ള ആ ബോധ്യം ആ ഇടയനിൽ നിക്ഷിപ്തമാണ്. ടി എ കോശിയച്ചൻ്റെ ജീവിതവും പ്രവർത്തനവും നാം അനുസ്മരിക്കുമ്പോൾ
ഇതൊക്കെ തന്നെ അതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. തിമോത്തി വിക്ടർ എന്ന ദൈവശാസ്ത്രജ്ഞൻ എഴുതിയൊരു പുസ്തകമുണ്ട്, ദ ഷെപ്പേർഡ് ലീഡർ. ഈ പുസ്തകത്തിൽ ഒരു ഇടയൻ്റെ കർത്തവ്യം തൻ്റെ ആടുകളെ അറിയുക, നയിക്കുക, പോറ്റുക, സംരക്ഷിക്കുക എന്നിവയാണ് അവകാശപ്പെടുന്നത്. ഇത് ശുശ്രൂഷയുടെ പരമപ്രധാനമായിട്ടുള്ള ഒരു വേലയായി, ഒരു ഘടകമായി കാണുന്നു. അതുകൂടാതെ വിശുദ്ധരെ സജ്ജരാക്കുന്നതിനാണ് ദൈവം ശുശ്രൂഷകരായിട്ട് ഉള്ള മറ്റു നേതാക്കന്മാരെയും ഇടയന്മാരെയും ഉപയോഗിക്കുന്നത്. വ്യക്തമായിട്ടും ഒരു ഇടയനായിരിക്കുക എന്നുള്ളതിലൂടെ ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ആട്ടിൻകൂട്ടത്തിൻ്റെ ഗ്രഹവിചാരകനായിരിക്കുക എന്നുള്ള ആ സന്ദേശം ഇവിടെ വരുന്നുണ്ട്. അതിന് താലന്തുകളുടെ ഉപമയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. താലന്തുകളുടെ ഉപമ എന്ന് പറയുന്നത് അംഗസംഖ്യ കൂട്ടുക, അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ ഇടവകയിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ സുവിശേഷ വേലയുടെ ഭാഗമായി കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല, അവരെ എല്ലാ രീതിയിലും സജ്ജമാക്കുക എന്നുള്ളതാണ്. ക്രിസ്തീയ സുവിശേഷം, ക്രിസ്തീയ കാര്യവിചാരകത്വം ആത്യന്തികമായിട്ട് സുവിശേഷത്തിൽ അധിഷ്ഠിതമാണ്. അത് സുവിശേഷത്താൽ രൂപപ്പെട്ടതും നിലനിർത്തപ്പെട്ടതും ഫലപ്രാപ്തിയിൽ എത്തിയതുമാണ്. എന്നാൽ ഇന്ന് നാം കാണുന്നതായിട്ടുള്ള ഒരു അവസ്ഥ പലരെയും നിരുത്സാഹപ്പെടുത്തുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ സഭാ ജനങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. എന്തുകൊണ്ടാണ് ഈ ഇടയന്മാർ ഒരു ക്ലെറിക്കലിസത്തിൻ്റെ അല്ലെങ്കിൽ പൗരോഹിത്യ പ്രാമാണിത്വത്തിൻ്റെ അല്ലെങ്കിൽ പൗരോഹിത്യവാദത്തിൻ്റെ മുന്നണിയിലേക്ക് നയിക്കപ്പെടുന്നത്? പുരോഹിതരുടെ ദൗത്യത്തിനും പങ്കിനും അധികാരത്തിനും അമിതമായ പ്രാധാന്യം നൽകുന്നതിനെയാണ് പൗരോഹിത്യവാദം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. പലപ്പോഴും സാധാരണക്കാർക്കൊക്കെ ദോഷം വരത്തക്ക രീതിയിൽ പുരോഹിതന്മാർക്ക് ഉയർന്ന അധികാരം ഉണ്ടെന്ന വിശ്വാസത്താൽ പുരോഹിതന്മാരെ വീക്ഷിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥ, പ്രത്യേകിച്ച് റോമൻ കത്തോലിക്ക സഭയിൽ വിവിധ രാജ്യങ്ങളിൽ ഇന്ന് അതിനെക്കുറിച്ച് വ്യാപകമായ ചർച്ചകൾ നടത്തുകയാണ്. ഇതിനെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ വ്യാകുലനായിരുന്നു. പല സന്ദർഭങ്ങളിൽ ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ദൈവികത്വം അല്ലെങ്കിൽ ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് അത് പുരോഹിതന്മാർ മാത്രം ഉൾക്കൊള്ളുന്നതല്ല, സാധാരണക്കാരും ഈ പൗരോഹിത്യ സംവിധാനത്തെ അല്ല എങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രവണതയെ വളർത്തിയെടുക്കുന്നതിൽ ഇടവക ജനങ്ങൾക്കും അതിന് പങ്കുണ്ട്. അതുകൊണ്ട് പുരോഹിതന്മാരെ മാത്രം കുറ്റം പറയുന്നു എന്നുള്ളതുകൊണ്ട് ആത്യന്തികമായിട്ട് അവർക്ക് സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറാൻ സാധിക്കുകയില്ല. ജോൺ കാരോൾ സർവകലാശാലയിലെ ഫാദർ ഡൊണാൾഡ് കോൺസൻസ് ക്ലെറിക്കലിസത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ പൗരോഹിത്യ സംവിധാനം ഇപ്രകാരം ഡീജനറേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്, യേശുക്രിസ്തുവിൻ്റെ സ്ഥാനമേറ്റ ശിഷ്യന്മാർ എന്ന പദവിക്ക് മുകളിൽ പുരോഹിതന്മാരും ബിഷപ്പുമാരും എന്ന പദവിക്ക് സ്ഥാനം നൽകുന്ന പല വൈദികരിലും വളർന്നു വരുന്ന ഒരു മനോഭാവം. ഈ മനോഭാവം എപ്രകാരമാണ് ജനങ്ങളും അല്ലെങ്കിൽ ഈ ഇടയ ശുശ്രൂഷയ്ക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ നയിക്കുവാനായിട്ട് നിയോഗിതനായിരിക്കുന്ന പുരോഹിതനും അദ്ദേഹത്തിൻ്റെ സഭാജനങ്ങളും ഇടവക ജനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളിൽ വന്നുകൂടുന്നതായിട്ടുള്ള വിള്ളലുകൾ എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ സഭ എന്ന് ഞാൻ പറയുന്നത് സഭയെ മൊത്തത്തിലാണ് പറയുന്നത്. പൗരോഹിത്യത്തിൻ്റെ വിത്തുകൾക്ക് എവിടെയാണ് ഒരു അപ്രസക്തി ഉണ്ടാകുന്നത്? അത് കേരളത്തിലെ സഭയിൽ മാത്രമല്ല, മാർത്തോമാ സഭയിൽ മാത്രമല്ല, ആഗോള സഭയിൽ മുഴുവൻ പല രാജ്യങ്ങളിൽ പല രീതിയിൽ അതിൻ്റേതായിട്ടുള്ള ഭിന്നഭാവങ്ങൾ പ്രകടമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ക്ലെറിക്കലിസത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞുവല്ലോ. ക്ലെറിക്കലിസം ദ ഡെത്ത് ഓഫ് ദ പ്രീസ്റ്റ്ഹുഡ്സ് എന്ന ഒരു പുസ്തകത്തിൽ
ഫാദർ ജോൺ വിൽസൺ പറയുന്നത്, പ്രീസ്റ്റ്, ക്ലർജി അല്ലെങ്കിൽ ക്ലെറിക് എന്നീ പദങ്ങൾക്കിടയിൽ ഒരു വ്യത്യാസമുണ്ട്. ആദ്യത്തേത് ജീവിതത്തിൻ്റെ പവിത്രമായിട്ടുള്ള ഒരു മാനത്തിലേക്ക്, വിശുദ്ധിയിലേക്ക് നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു മതപരമായിട്ടുള്ള പദമാണ്. രണ്ടാമത് ഇതിൻ്റെ ഒരു മാനം എന്ന് പറയുന്നത് സമൂഹം അതിൻ്റെ അംഗങ്ങളുടെ ഒരു പ്രത്യേക വിഭാഗത്തെ സമൂഹത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വേർതിരിച്ചറിയാൻ കഴിയുന്ന സവിശേഷതകൾ ഉള്ളതായിട്ട് അംഗീകരിക്കുന്നു. ഈ വസ്തുത ഒരു സാമൂഹ്യ പദമാണ്, അത് ഒരു സാമൂഹ്യമായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. പുതിയ നിയമ വിശ്വാസത്തിൽ, പുതിയ നിയമ കാലഘട്ടത്തിൽ മുഴുവൻ വിശ്വാസി സമൂഹത്തെയും സ്നാനത്തിലൂടെ വിശുദ്ധ പൗരോഹിത്യമായി കണക്കാക്കിയിരുന്നു. പരസ്പരം ശുശ്രൂഷ ചെയ്യുന്നതിനും അതേപോലെ തന്നെ ചുറ്റുമുള്ള ലോകത്തിനും ശുശ്രൂഷ ചെയ്യുന്നതുമായ വിവിധ വ്യക്തികൾ ഉൾപ്പെട്ടതായിരുന്നു ആ കാലഘട്ടത്തിലെ സമൂഹം. അതായത് ഇന്ന് സഭയിൽ നിലനിൽക്കുന്നത് പോലെയുള്ള ഒരു ശ്രേണീപരമായിട്ടുള്ള ഘടന അന്ന് ഉണ്ടായിരുന്നില്ല. തീർച്ചയായും സമൂഹത്തിൽ മേൽവിചാരകരായി പ്രവർത്തിക്കുന്ന വ്യക്തികൾ അപ്പോസ്തലന്മാരിൽ നിന്ന് ഉരുത്തിരിഞ്ഞത് ഉണ്ടായിരുന്നു, അത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇന്ന് ക്ലെറിക്കലിസം അല്ലെങ്കിൽ ഇതൊരു പുതിയ വൈദിക സംസ്കാരമായിട്ട് മാറിയിരിക്കുന്നു. ഇവിടെ ഇങ്ങനെയുള്ള ഈ ക്ലെറിക്കൽ കൾച്ചർ, അതിൻ്റെ കോൺട്രഡിക്ഷൻസ്, അതിൻ്റെ ട്രാൻസ്ഫർമേഷൻ, വൈദിക സംസ്കാരം, അതിൻ്റെ വൈരുദ്ധ്യവും പരിവർത്തനവും ഇന്നത്തെ വൈദിക വ്യവസ്ഥയെയും നിലവിലുള്ളതായിട്ടുള്ള സാഹചര്യങ്ങളെയും കുറിച്ച് നമുക്ക് ഭിന്നമായിട്ടുള്ള വീക്ഷണങ്ങൾ, ധാരണകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് നമുക്കിടയിൽ വളർന്നു വരുന്നുണ്ടാകാം. വൈദിക സംസ്കാരത്തിൻ്റെ ഉത്ഭവത്തെയും സമകാലിക ചരിത്രത്തെയും ഒക്കെ നാം മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള ഈ വൈരുദ്ധ്യങ്ങളെയും ഇതുപോലെയുള്ള പരിവർത്തനങ്ങളെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. ഈ മാറ്റങ്ങൾ ഇന്ന് ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ സമൂഹത്തിലും അത് പ്രബലമായിക്കൊണ്ടേയിരിക്കുന്നു. സ്നാനമേറ്റ എല്ലാവരും പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ വിളിക്കപ്പെടുന്നതിനാൽ നിയമിതരായവരുടെ പങ്ക് ലോകത്തിനായുള്ള അവരുടെ ശുശ്രൂഷയിൽ അൽമായരെ വളർത്തുകയും അവരെ പിന്തുണയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ. എന്നാൽ ആ ധർമ്മത്തിന് ഒരു മൂല്യച്യുതി സംഭവിക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ ദൈവജനത്തിലുള്ള കത്ത് എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇടയലേഖനം 2018 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ദൈവജനത്തിലെ എല്ലാ അംഗങ്ങളുടെയും സജീവ പങ്കാളിത്തം ഉൾപ്പെടുത്താതെ ഒരു സഭ എന്ന നിലയിൽ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ പരിവർത്തനത്തെക്കുറിച്ച് ചിന്തിക്കുക അസാധ്യമാണ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ക്രിസ്ത്യാനികളുടെ സ്വഭാവത്തെ ഇല്ലാതെയാക്കുന്ന പ്രവണത വളർന്നു വരുന്നു എന്നുള്ളത് മാത്രമല്ല, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്നാനകുപയെ കുറച്ച് കാണിക്കുന്ന ഒരു സ്ഥിതിവിശേഷം, അങ്ങനെയുള്ള ഒരു സമീപനമാണ് ഇന്ന് നാം ദർശിക്കുന്നത്. സാധാരണക്കാർക്ക് അങ്ങനെയുള്ള ഒരു പൗരോഹിത്യ സംവിധാനത്തെ എത്രമാത്രം ആശ്ലേഷിക്കുവാൻ, സ്വീകരിക്കാൻ കഴിയും എന്നുള്ളത് പലപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. അങ്ങനെ കഴിയാതെ വരുന്ന സാഹചര്യത്തിലാണ് ഇടവകയിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന്, കൂട്ടായ്മയിൽ നിന്ന് സാധാരണ ജനം അന്യവൽക്കരിക്കപ്പെടുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അവർ സ്വയം വിഡ്രോവൽ ചെയ്യുന്നതായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. ഇത് ഈ കാലഘട്ടത്തിൽ എത്രമാത്രം നമ്മുടെ അനുദിന ജീവിതത്തിൽ, ഇടവക ജീവിതത്തിൽ പ്രസക്തമാണ്. ക്രിസ്തുവിൻ്റെയും സഭയുടെയും ദൗത്യത്തിൽ പങ്കെടുക്കുന്ന പരസ്പര പൂരകങ്ങളായിട്ടുള്ള വേഷങ്ങളിൽ നമ്മെ ശരിയായിട്ട് സ്ഥാപിക്കുന്നതിന് പകരം പുരോഹിതന്മാരെ മറ്റുള്ളവരും മുകളിലുള്ളവരുമായി വേർതിരിക്കുവാൻ അല്ലെങ്കിൽ ചിത്രീകരിക്കുവാൻ പല സാഹചര്യങ്ങളിലും അങ്ങനെ അനുരൂപമായിട്ടുള്ള സാഹചര്യങ്ങൾ, പെരുമാറ്റങ്ങളിലൂടെ സംഭവിക്കുന്നു. ഇതും ഒരു
ആഗോള സഭയിൽ പലതരത്തിൽ പല തലങ്ങളിൽ പ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഒരു സംസ്കാരം നമ്മളോട് എന്ത് വിലമതിക്കണം, എങ്ങനെ പെരുമാറണം, ആരെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. ദ ഡെത്ത് ഓഫ് പ്രീസ്റ്റ്ഹുഡ് എന്ന ഒരു പുസ്തകം ജോർജ് ബി വിൽസൺ എന്ന് പറയുന്ന ഒരു ജസ്യൂട്ട് പുരോഹിതൻ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരു പാരിഷ് പ്രീസ്റ്റായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ മേഖലകളിൽ നമ്മൾ ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് കാരണം നമ്മുടെ പ്രാധാന്യമുള്ള ആളുകളുടെ വിശ്വാസ മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയൊക്കെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്, അവയൊക്കെ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക സംസ്കാരത്തിൻ്റെ പ്രതീക്ഷിക്കുന്നതായിട്ടുള്ള മനോഭാവങ്ങളും പെരുമാറ്റങ്ങളുമൊക്കെ പലപ്പോഴും വളരെ ശക്തമായി സമൂഹത്തിൽ അത് പ്രകടമാകും. അങ്ങനെയുള്ള സമൂഹത്തിൽ ആ സമൂഹത്തിലെ അംഗങ്ങൾക്ക് മറ്റ് ജീവിത രീതികളെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലും അസാധ്യമാകും. കാരണം അവരിൽ രൂഢമൂലമാകുന്ന ഒരു സംസ്കാരം അനുദിന ജീവിതത്തിൽ അവർ കണ്ട് പരിശീലിക്കുന്നതായിട്ടുള്ള ആ സാഹചര്യമാണ്. ജീവിതത്തെ സംഘടിപ്പിക്കുന്നതിനുള്ള മറ്റ് വഴികൾ മറ്റൊന്നായി മാത്രമല്ല, അതിന് പല മാനദണ്ഡങ്ങൾ ആ സംസ്കാരം സൃഷ്ടിക്കുന്നതിന് ഉണ്ടാകാറുണ്ട്. അത് ഒരു തലത്തിൽ ചിലർക്ക് അനുകൂലമായും മറ്റൊരു തലത്തിൽ ചിലർക്ക് ഭീഷണിയായും സംഭവിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ വളർന്നു വരുന്നതായിട്ടുള്ള ഒരു വൈദിക സംസ്കാരം അത് പുരോഹിതന്മാർ മാത്രം സൃഷ്ടിക്കുന്നതാണ് എന്ന് കരുതുവാനോ അവരെ മാത്രം പഴിചാരി മാറ്റി നിർത്തുവാനോ സാധിക്കുന്നതല്ല. അങ്ങനെ ചെയ്താൽ അത് മാരകമായ ഒരു തെറ്റായിരിക്കും. മറ്റ് ഏതൊരു സംസ്കാരത്തിലും ഭിന്നമായിട്ടുള്ള സ്വാധീനങ്ങൾ ഉടലെടുക്കുന്നത് പോലെ, ഉണ്ടാകുന്നത് പോലെ, നിലനിൽക്കുന്നത് പോലെ വൈദിക സംസ്കാരവും അതിൻ്റെ ഒന്നിൻ്റെ തുടർച്ചയാകാൻ ബാധിക്കപ്പെട്ടതോ അതിൽ ഉൾപ്പെട്ടതോ അല്ലെങ്കിൽ ആ സമൂഹത്തിൽ ഉൾപ്പെട്ട എല്ലാവരുടെയും ഒരു പ്രത്യേക ഉൽപ്പന്നമായി വളർന്നു വരുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെയുള്ള ഈ ക്ലെറിക്കലിസം. 2013 ഈ റോമൻ കത്തോലിക്ക സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഹായ മെത്രാനായിട്ട് മാർ ജോസഫ് പുത്തൻവീട്ടിൽ ബിഷപ്പിനെ അഭിഷേകം ചെയ്യും. അദ്ദേഹത്തെ ബിഷപ്പായി അഭിഷേകം ചെയ്ത അവസരത്തിൽ അദ്ദേഹത്തെ സത്യദീപ മാസിക ഒരു ഇൻ്റർവ്യൂവിന് സമയം ചോദിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തോട് പല ചോദ്യങ്ങളും ചോദിച്ചു. അതിന് ഒരു ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം പറഞ്ഞത്, പലപ്പോഴും വഴിമാറിപ്പോകുന്നത് ആത്മീയതയിൽ തളർച്ച വരുമ്പോഴാണ്. ജീവിത ലക്ഷ്യം വൈദികർ, പുരോഹിതർ മറന്നു പോകുമ്പോഴാണ്. ആത്മാവിൻ്റെ അഭിഷേകത്തിൽ തമ്പുരാനോട് നാം ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഏത് സാഹചര്യത്തിലും എങ്ങനെ പെരുമാറണമെന്ന് നമുക്ക് കൃത്യമായി അറിയാനാകും. നമുക്ക് ജനങ്ങളുമായിട്ടുള്ള ബന്ധം കുറഞ്ഞുപോയി. ഇത് കത്തോലിക്ക സഭയുടെ പശ്ചാത്തലത്തിൽ കത്തോലിക്ക സഭയിലെ ഒരു ബിഷപ്പ്, അതിന് ബിഷപ്പാക്കുന്നതിന് അനേക വർഷങ്ങൾക്ക് മുമ്പ് വൈദികനായി സേവനമനുഷ്ഠിച്ചായിട്ടുള്ള അദ്ദേഹം, അതുപോലെ തന്നെ വൈദിക വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തി, അദ്ദേഹമാണ് ഇത് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അജപാലന ശുശ്രൂഷ ഇന്ന് ഒരു സൂപ്പർ മാർക്കറ്റ് സംസ്കാരമായി വളർന്നുകൊണ്ടേ ഇരിക്കുന്നു. വലിയ സംവിധാനത്തിൽ പലപ്പോഴും പലതും മുങ്ങിപ്പോവും, പലതും നഷ്ടപ്പെടും. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു, പണ്ട് ഭവന സന്ദർശനങ്ങൾ എന്തുമാത്രമായിരുന്നു. അതിന് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്ത് കന്യാസ്ത്രീകളും അച്ഛന്മാരുമൊക്കെ നിരന്തരമായി വീടുകൾ സന്ദർശിക്കുന്നു. ആ ഒരു കാരണത്താൽ കൂടിയാണ് അദ്ദേഹം ഒരു വൈദിക വിദ്യാർത്ഥിയാകുകയും ഒരു വൈദികനാകുകയും പിൽക്കാലത്ത് സഭയിലെ ബിഷപ്പാകുകയും ചെയ്യുന്നത്. ഇന്ന് നമുക്ക് വേണ്ടത് കുടുംബ കേന്ദ്രീകൃതമായ വ്യക്തിബന്ധങ്ങളിലൂന്നിയ ലാളിത്യമുള്ള ഒരു അജപാലന ശുശ്രൂഷയാണ്. അതിന് സഭ സജ്ജമാകാത്തിടത്തോളം കാലം ഏത് സഭയാണെന്നുണ്ടെങ്കിലും അവിടെയൊക്കെ ഈ ക്ലെറിക്കലിസത്തിൻ്റെ അതിപ്രസരം ഉണ്ടാകും. അദ്ദേഹം പിന്നെ ഒന്നുകൂടി കൂട്ടിച്ചേർത്തത്, ഓരോ കുടുംബത്തിനും ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ നേരിട്ട് എത്തിച്ചു നൽകുന്ന
ഉന്തുവണ്ടി സംസ്കാരമാണ് ഇന്ന് സഭകൾക്ക് ആവശ്യം. അത് എൻ്റെ സഭയ്ക്ക് മാത്രമല്ല, ക്രൈസ്തവ സഭകൾക്ക് എവിടെയും ഇന്ന് ആവശ്യമുള്ളത് ഈ സംസ്കാരമാണ്. ഒരു പൗരോഹിത്യത്തെ ഒരു കംഫർട്ട് സോണായി കാണുന്ന ഒരു ചെറിയ വിഭാഗം ഉണ്ട് എന്നുള്ളത് നാം വിസ്മരിക്കുന്നില്ല. അത് എല്ലാ സഭയിലും ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ ആത്മീയതയുടെ അടിത്തറയിലാണ് പൗരോഹിത്യ പരിശീലനം പടുത്തുയർത്തേണ്ടത്. അതോടൊപ്പം ആത്മാവിൻ്റെ അഭിഷേകത്തിൽ ഈ പുരോഹിതർ, ഇടയന്മാർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. പൗലോസ്ലീഹായുടെ ഒരു ഉപദേശം എപ്പോഴും നാം ഓർക്കാറുണ്ടല്ലോ, എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. ഇടയനെയും ആടുകളെയും കുറിച്ച് നാം മനസ്സിലാക്കുന്നത്, അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായിരുന്നല്ലോ. പിറകെ നടക്കുന്നതാണ് എപ്പോഴും ഇടയൻ. ചിലപ്പോൾ ആടുകൾക്ക് വഴിതെറ്റിപ്പോകാം. ആ അവസരത്തിൽ ആടുകളെ നേരായ വഴിയിലേക്ക് നയിക്കുന്നതായിട്ടുള്ള ഇടയൻ, കൂടെ നടക്കുന്നതായിട്ടുള്ള ഇടയൻ, ആടുകളുടെ മണമുള്ള ഇടയനാണ് കൂടെ നടക്കുന്നത്. അവൻ ആടുകളെ കൂട്ടിൽ നിന്ന് പുറത്തിറക്കുമ്പോഴും കൂട്ടിലേക്ക് കയറ്റുമ്പോഴും അവയുടെ ചെവിയിൽ പലതും മന്ത്രിക്കും. അങ്ങനെയാണ് ആടുകൾ ഇടയൻ്റെ സ്വരം മനസ്സിലാക്കുന്നത്. ഇന്നത്തെ പൗരോഹിത്യ ശുശ്രൂഷയിൽ അതിന് എത്രമാത്രം ഈ ആടുകളോടൊപ്പം സമയം ചെലവഴിക്കുവാൻ, ആടുകളെ നേരായ വഴിയിലേക്ക് നയിക്കുവാൻ, ആടുകളെ നേരായ കൂട്ടിലേക്ക് മാത്രം നയിക്കുവാൻ എത്രമാത്രം പൗരോഹിത്യത്തിന് സാധിക്കുന്നു. വലിയ മേച്ചിൽപ്പുറങ്ങളിൽ പല ആട്ടിടയന്മാരും ആടുകൾ ഒരുമിച്ചാണല്ലോ മേയുന്നത് നാം കാണുന്നത്. വൈകിട്ട് പോകാൻ നേരം ഓരോ ആടിനെയും ചൂളം വിളിക്കും. പുറമേ നിന്ന് കേൾക്കുന്നവർക്ക് ഇതൊരു സിമ്പിൾ, ഒരു ശബ്ദമായിട്ട് മാത്രമേ കണക്കാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ ആടുകൾ വളരെ കൃത്യമായി ഇടയൻ്റെ ശബ്ദം, ആ ചൂളൻ വിളിയുടെ പൊരുൾ തിരിച്ചറിഞ്ഞ് അതിനടുത്തേക്ക് ചെല്ലും. അങ്ങനെയുള്ള ഒരു വലിയ ഇടയ ശുശ്രൂഷ നിർവഹിക്കപ്പെട്ട ഒരു കാലഘട്ടം നമ്മുടെ പിന്നിലുണ്ട്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ നാം നോക്കുമ്പോൾ അതിന് സാധിക്കുന്നില്ല. ഇവിടെയാണ് വൈദിക അഭ്യസനത്തിൻ്റെയും വൈദിക വിദ്യാഭ്യാസത്തിൻ്റെയും പരിശീലനത്തിൻ്റെയും അപര്യാപ്തത നാം മനസ്സിലാക്കേണ്ടത്. ഞാൻ ഈ ടീമിലെ വൈദിക തെരഞ്ഞെടുപ്പ് സമിതിയിലെ ഒരംഗമാണ്. 8 ആത്മായക്കാർ, 5 വൈദികർ, മറ്റ് ഭാരവാഹികൾ, മെത്രാപ്പോലീത്ത ചെയർ ചെയ്യുന്ന 1-ാം വർഷക്കാരനെയും 2-ാം വർഷക്കാരനെയും 3-ാം വർഷക്കാരനെയും ഫൈനൽ ഇയറുകാരനെയും ഒക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന അവസരത്തിൽ എനിക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് മിക്ക ആളുകൾക്കും തോന്നുന്നതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവർക്ക് ലഭിക്കുന്ന വൈദിക വിദ്യാഭ്യാസത്തിൻ്റെ അപര്യാപ്തത, ലിറ്റേർജിയെക്കുറിച്ചുള്ള വളരെ പരിമിതമായിട്ടുള്ള അല്ലെങ്കിൽ വികലമായിട്ടുള്ള ധാരണകൾ, മോറാനായ പെരുന്നാൾ എന്താണെന്നറിയില്ല, ശുഭക്കാന ശുശ്രൂഷ കേട്ടിട്ട് പോലുമില്ല എന്താണെന്ന്, ശ്ലൈഹിക പാരമ്പര്യം മാർത്തോമാ സഭയിൽ ഉറപ്പിക്കുന്നതിന് ഭരണഘടനയിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഭരണഘടനയുടെ 1-ാം വകുപ്പിൽ തന്നെ പറയുന്നതാണ്. അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല. എന്താണ് ശ്ലൈഹിക പാരമ്പര്യമെന്ന് വീണ്ടും മെത്രാപ്പോലീത്ത ചോദിച്ചപ്പോൾ അതെന്താണെന്ന് വിശദമാക്കാൻ കഴിയാത്ത അവരാണ് 1 മാസം കഴിയുമ്പോൾ വൈദികരായി നമ്മുടെ ഇടയിലേക്ക് വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു കാലത്ത് നമ്മൾ വളരെ പ്രാധാന്യം നൽകി പരിശീലനം നടത്തിയ നമ്മുടെ വൈദിക വിദ്യാഭ്യാസത്തിന് വന്നുകൊണ്ടിരിക്കുന്ന ആ ച്യുതി, അതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളത് നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സഭയിൽ മാത്രമല്ല, ഇത് ഇന്ന് ക്രൈസ്തവ സഭ മൊത്തത്തിൽ അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള ഒരു പ്രശ്നമാണ്. പരസ്പരം സ്വരം കേൾക്കാതെ വരുമ്പോൾ, അത് ഇടയൻ്റെ ശബ്ദം അത് മനസ്സിലാക്കാതെ വരുമ്പോൾ, സ്വരം തിരിച്ചറിയാതെ വരുമ്പോൾ അസ്വസ്ഥരാകുന്നതായിട്ടുള്ള ആട്ടിൻകൂട്ടം, അതാണ് പലപ്പോഴും പല ഇടവകളുടെയും ഇന്നത്തെ സമകാലീന ചരിത്രം.
ഇത് ഞാൻ വീണ്ടും പറയുന്നു, ഇത് മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ മാത്രം ഒരു അവസ്ഥയല്ല. ഇത് ഞാൻ സംസാരിച്ചിട്ടുള്ള കേരളത്തിലെ തന്നെ മറ്റ് പല സഭകളുടെയും വൈദികർ അല്ലെങ്കിൽ വൈദിക സെമിനാരി അധ്യാപകർ അവർ പങ്കുവച്ചതായിട്ടുള്ള അവരുടേതായിട്ടുള്ള ചില കൺസേൺസാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വൈദികർക്ക്, നമ്മുടെ പുരോഹിതർക്ക് അവരുടെ പെർഫോമൻസിനെ ബാധിക്കുന്ന ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ അടുത്ത നാളുകളിലെ എൻ്റെ അന്വേഷണത്തിൽ നിന്ന്, ഇടപെടലുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്, നാം ഇന്ന് അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസാണ്. നമ്മുടെ സ്വത്വബോധത്തെക്കുറിച്ച് ഉള്ള ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ്. ഈ വൈദിക വിദ്യാർത്ഥികൾ അച്ഛന്മാരാകാൻ പോകുന്നവരോട് ചോദിച്ചു, സഭയിൽ എത്ര നോയമ്പുണ്ട്, 2 ആണോ 5 ആണോ? അവർക്ക് കൺഫ്യൂഷനാണ്. മാർത്തോമാ വൈദിക സെമിനാരിയിൽ കൂടെ നൽകുന്ന വിദ്യാഭ്യാസത്തിൻ്റെ അപര്യാപ്തതയാണ് കാണുന്നത്. അത് അച്ഛന്മാർക്ക് മാത്രമല്ല, നമ്മുടെ തിരുമേനിമാർക്കും ആ കൺഫ്യൂഷനുണ്ട്. അതാണല്ലോ ഒരു യൂട്യൂബിൽ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ചില തിരുമേനിമാർ പ്രകടിപ്പിച്ച് ഒരു ദിവസം 2 എന്ന് പറഞ്ഞു, വേറൊരു ദിവസം 5 എന്ന് പറഞ്ഞു. അപ്പോൾ വൈദിക വിദ്യാർത്ഥികൾക്ക് സംശയമുണ്ട്, ജനത്തിന് സംശയമുണ്ട്. അതുകൊണ്ട് ഈ ഒരവസ്ഥ മാറാത്തിടത്തോളം കാലം, ഇത് കറക്റ്റ് ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് ഇൻറ്റഗ്രിറ്റിയുള്ള അല്ലെങ്കിൽ കാര്യവിചാരകത്വം, ഗ്രഹവിചാരകത്വം പ്രകടമാക്കുന്ന സഭാ ശുശ്രൂഷയിൽ, അജപാലന ശുശ്രൂഷയിലും ദൗത്യത്തിലും എക്സൽ ചെയ്യാൻ കഴിവുള്ള, പ്രാപ്തിയുള്ള, അല്ലെങ്കിൽ അതിന് സന്നദ്ധതയുള്ള വൈദിക സമൂഹത്തെ അല്ലെങ്കിൽ സഭാ ശുശ്രൂഷയിൽ ഏർപ്പെട്ടവരെ ഉൾക്കൊള്ളുവാൻ പലപ്പോഴും സാധിക്കത്തില്ല. അതിന് സാധിക്കാതിരുന്നതിൻ്റെ കാരണങ്ങൾ, ഘടകങ്ങൾ ഇതൊക്കെയാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഇത് മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ മാത്രം അവസ്ഥയല്ല. ഇത് ആഗോള ക്രൈസ്തവ സഭയിൽ വളരെ പ്രകടമായി കാണുന്ന ഒരു പുതിയ ധാരയാണ്, ഒരു പുതിയ പ്രവണതയാണ്. ഇത് ലോകത്തിലെ 140 രാജ്യങ്ങളിലുള്ള 350-ൽ പരം സഭകളുമായി കഴിഞ്ഞ 30 വർഷത്തിലധികമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. ഇത് ലോകമെങ്ങുമുള്ള ക്രൈസ്തവ സഭ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള ഒരു മൂല്യച്യുതിയുടെ, മൂല്യശോഷണത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമ്മുടെ സമൂഹത്തിലും പ്രകടമാണ്. അത് മലങ്കര മാർത്തോമാ സഭയിലും ഇന്ന് പ്രകടമാണ്. ഇവിടെയാണ് കാര്യവിചാരകത്വത്തെ സീരിയസ് ആയിട്ടെടുത്ത് സഭയുടെ അജപാലന ദൗത്യത്തിലും ശുശ്രൂഷയിലും ധന്യമായ സേവനം നിർവഹിച്ച, അനുഷ്ഠിച്ച ടി.എ. കോശി അച്ഛനെ പോലെയുള്ള നമ്മുടെ പൂർവ്വപിതാക്കൾ, നമ്മുടെ സഭയ്ക്ക് അനേക അച്ഛന്മാർ, അങ്ങനെയുള്ള അച്ഛന്മാരെ നമുക്ക് കണ്ടെത്താം. പക്ഷേ അവരെയൊന്നും നമ്മൾ ഓർക്കാറില്ല. കാലത്തിൻ്റെ വിസ്മൃതിയിൽ അവരൊക്കെ മാഞ്ഞു പോകുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ടി.എ. കോശി അച്ഛൻ്റെ നന്മകളെ, അദ്ദേഹം സഭയ്ക്ക് നൽകിയ, അദ്ദേഹം സേവനമനുഷ്ഠിച്ച ഇടവകകൾക്ക് നൽകിയ ആ സേവനം, സംഭാവനകളെ അനുസ്മരിക്കുകയും ഓർക്കുകയും അതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുവാൻ നമുക്ക് ഇങ്ങനെയൊരു അവസരം ഈ ഇടവക ഒരുക്കി എന്നുള്ളത്, ഈ കുടുംബം ഒരുക്കി എന്നുള്ളത് പ്രത്യേകം ചാരിതാർത്ഥ്യജനകമാണ്. ഇങ്ങനെയുള്ള വിസ്മൃതിയിൽ അകപ്പെടുന്ന മറ്റ് പല പുരോഹിതരെയും കാലാകാലങ്ങൾ അവരുടെ സേവനങ്ങളെ, അവരുടെ ജീവിതകാലത്ത് മാത്രം അവരെ ഒരു സ്വാഗത പ്രസംഗത്തിൽ അനുസ്മരിക്കുന്നതിലൂടെ മാത്രമല്ല, കാലം പിന്നിടുന്തോറും പുതിയ തലമുറയ്ക്ക് ഇങ്ങനെയും ഒരാൾ ഞങ്ങളുടെ മധ്യത്തിൽ ജീവിച്ചിരുന്നു, ഇങ്ങനെയും ഒരാൾ ഞങ്ങളുടെ സമൂഹത്തിന്, ഞങ്ങളുടെ ഇടവകയ്ക്ക്, ഞങ്ങളുടെ സഭയ്ക്ക്, ക്രൈസ്തവ സഭകൾക്ക് മൊത്തം മാതൃകയായി നിലകൊണ്ടിരുന്നു എന്നുള്ളത് സമൂഹത്തോട് വെളിപ്പെടുത്തുവാൻ, ഉറക്കെ പറയുവാൻ ഇങ്ങനെയുള്ള അവസരങ്ങൾ കൂടുതൽ ഈ സഭയിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി.